BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് സൗബിൻ ഷാഹിർ ഉൾപ്പെടെ 3 പ്രതികൾ 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. 1000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ലീഗ് MLA-മാർ അല്ലാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറി. CPIM-ൽ വിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം KT ജലീൽ. പാർട്ടി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമാകുക എന്നത് തന്റെ ചുമതലയെന്ന് CPIM നേതാവ് KT ജലീൽ. ബംഗാളിൽ സംഭവിച്ചത് വൈകാതെ കേരളത്തിലും സംഭവിക്കും. BJPയെ കൂട്ടുപിടിച്ച് UDF മതധ്രുവീകരണം നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗിനെതിരെ KT ജലീൽ രംഗത്തെത്തി. അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ലീഗ് MLA-മാരും മന്ത്രിമാരും എന്തുകൊണ്ട് അല്ലാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറി? എന്തുകൊണ്ടാണ് തൊപ്പി മാറ്റിയത്? തൊപ്പി വെച്ച് നടക്കുന്ന വിശ്വാസികളോട് ഇനി പറയുവാൻ പോകുന്നത് തൊപ്പി ഒരു പ്രധാന ഘടകം അല്ല എന്നാണ്. ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എതിർത്തവരാണ് മുസ്ലിം ലീഗ്. CPIM-ൽ വിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞ വോട്ട് വാങ്ങിയവർ വെള്ളാപ്പള്ളിയെ പോയി കാണുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. ബൈ ബൈ സൂര്യ. ഇന്ത്യൻ 2020 ടീമിന്റെ പുതിയ നായകന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്ത്യൻ 2020 ടീമിന്റെ പുതിയ നായകന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. നിർണായക BCCI അപെക്സ് കൌൺസിൽ യോഗം ഇന്ന് ഓൺലൈനായി ചേരും. സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വാഹന മോഡിഫിക്കേഷൻ. മുഖ്യമന്ത്രി ജെൻസിക്ക് നൽകിയ ഉറപ്പ് പാളുന്നു. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി MVD റിപ്പോർട്ട്. വാഹന മോഡിഫിക്കേഷനിൽ സമഗ്രമാറ്റം പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം മുഖ്യമന്ത്രിയുടെ പൂക്കിച്ചിരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മുൻകൂർ അനുമതിയില്ലാതെ വരുത്താവുന്ന 18 രൂപ മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയാണ് ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട്. വാഹന രൂപമാറ്റത്തിൽ മുഖ്യമന്ത്രി ജെൻസിക്ക് നൽകിയ ഉറപ്പാണ് പാളുന്നത്. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ദുർബലം. പദ്ധതികൾക്ക് രാഷ്ട്രീയ മുൻഗണന. ധവളപത്രത്തിൽ രൂക്ഷ വിമർശനം. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കി സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്ക് രൂക്ഷ വിമർശനം. കിഫ്ബിയുടെ അടിസ്ഥാന ആശയം ദുർബലമായെന്നും പദ്ധതികൾക്ക് രാഷ്ട്രീയ മുൻഗണന നൽകിയെന്നും വിമർശനമുണ്ട്. കിഫ്ബി വായ്പകൾ നിയന്ത്രിക്കണമെന്നും ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അച്ഛന് വേണ്ടി ഒരു കുടുംബം കാത്തിരിക്കുന്നു. വിഷമമില്ലാതെ തിരിച്ചു വരിക. സമൂഹമാധ്യമത്തിൽ വൈറലായി മകളുടെ സങ്കടം. 14 ദിവസമായി അച്ഛനെ കാണാനില്ലെന്ന പരാതിയുമായി ഒരു മകൾ. അച്ഛൻ ബാബുരാജനെ കാണാനില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ സ്വാതി വ്യക്തമാക്കുന്നത്. വട്ടപ്പാറ കടക്കോട് സ്വദേശികളാണിവർ. മെയ് 21-ാം തീയതി 10 മണിവരെ കോൾ എടുക്കുന്നുണ്ടായിരുന്നു എന്നും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയതാണ്. കേശവദാസപുരത്തേക്കാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. 10 മണിവരെ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫ് ആയി. വൈകുന്നേരമായിട്ടും വിവരം ലഭിക്കാതിരുന്നതോടെ അന്ന് തന്നെ വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. ഇന്നിപ്പോൾ 15 ദിവസമായി, സ്വാതി പറയുന്നു. പലരും കണ്ടു എന്ന് പറയുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് അറിയില്ലെന്നും പെൺകുട്ടി വ്യക്തമാക്കി. കാണുന്നവർ വിവരം അറിയിക്കണം എന്നാണ് സ്വാതിയുടെ അഭ്യർത്ഥന. അവസാനം കാണുമ്പോൾ ചാരനിറമുള്ള ഷർട്ടും നീല ജീൻസുമാണ് ധരിച്ചിരുന്നത്. പൂക്കി CM-ന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ. പെൻഷൻ പ്രായമുയർത്തിയാൽ അതിശക്തമായ പ്രതിഷേധം DYFI നടത്തും. VK സനോജ്. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം കടുത്ത ആശങ്ക പല മേഖലയിലും ഉയർത്തുന്നെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. അഭ്യസ്ത വിദ്യരുടെ തൊഴിൽ തകർക്കുന്ന നീക്കങ്ങളുണ്ട്. PSC പരീക്ഷ എഴുതി തൊഴിൽ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പെൻഷൻ പ്രായം ഉയർത്തുന്ന നീക്കങ്ങളിലേക്ക് പോയാൽ അതിശക്തമായ പ്രതിഷേധം DYFI ഉയർത്തുമെന്നും VK സനോജ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.